Hi students, welcome to today's chemistry class, Biomolecules, part 4. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് പ്രോട്ടീനെ പറ്റിയാണ്. പ്രോട്ടീൻ ബയോമോളിക്യൂളായ പ്രോട്ടീൻസിന്റെ ഫംഗ്ഷൻ, കെമിക്കൽ നേച്ചർ, അതുപോലെ ന്യൂട്രീഷണൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇന്നത്തെ ക്ലാസ്സിൽ. Proteins, most abundant organic molecule of the living system. They form about 50% of the dry weight of the cell. അതുപോലെ proteins are most important for the architecture and functioning of the cell. നമ്മുടെ സെല്ലിന്റെ പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് പ്രോട്ടീൻസ്. Proteins serve many vital functions in our body. Structural support, speeding up chemical reactions, transport of molecule and many more. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത അത്രയും ഫങ്ഷൻസ് ആണ് പ്രോട്ടീൻസ് ഇവിടെ നടത്തുന്നത് നമ്മുടെ ശരീരത്തില്. പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡുകളൊക്കെ ധാരാളമുണ്ട് അല്ലേ. പ്രോട്ടീൻസ് ആർ പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്. പ്രോട്ടീൻസ് ഓൺ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ഈൽഡ് അമിനോ ആസിഡ്. എങ്ങനെയാണ് പ്രോട്ടീൻസ് അമിനോ ആസിഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായത്? പ്രോട്ടീൻസിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്ന അമിനോ ആസിഡ് ആണ്. അതിൽ നിന്നാണ് മനസ്സിലായത് പ്രോട്ടീൻസിന്റെ മോണോമർ ആണ് അമിനോ ആസിഡ്. അനേകം അമിനോ ആസിഡ് കൂടിച്ചേർന്നാണ് പ്രോട്ടീൻസ് നിർമ്മിച്ചിരിക്കുന്നത്. There are 20 standard amino acids which are repeatedly found in the structure of proteins, animal, plant or microbial. Collagen is the most abundant animal protein and Rubisco is the most abundant plant protein. Plant protein ഉണ്ട്, animal protein ഉണ്ട്. നമുക്കിവിടെ അമിനോ ആസിഡ് ആണ് നമ്മുടെ പ്രോട്ടീന്റെ മോണോമർ. എന്താണ് അമിനോ ആസിഡ്? അമിനോ ആസിഡ് എന്ന് പറഞ്ഞാല് ഒരു NH2 ഗ്രൂപ്പും C∪OH ഉള്ള ഒരു കാർബണിന്റെ ലിങ്ക് ആണ്. ആ കാർബണകത്ത് ഹൈഡ്രജനും ഉണ്ട്, ആൽക്കൈൽ ഗ്രൂപ്പും ഉണ്ട്. ഈ കാർബണ് 4 വാലൻസിയാണുള്ളത് അല്ലെ, 4 ബോണ്ട്. അതിനകത്ത് ഒരു വാലൻസിക്കകത്ത് ഹൈഡ്രജനും ഒരു വാലൻസിക്കകത്ത് ആൽക്കൈൽ ഗ്രൂപ്പും, ഒരു ബോണ്ടിനകത്ത് NH2 ഗ്രൂപ്പും ലാസ്റ്റ് ബോണ്ടിനകത്ത് COH ഗ്രൂപ്പും വരുവാണ്. അതാണ് അമിനോ ആസിഡിന്റെ ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൽഫ അമിനോ ആസിഡ് കൂടി ചേർന്നാണ് പ്രോട്ടീൻസ് സിന്തസിസ് ചെയ്തിരിക്കുന്നത്. അമിനോ ആസിഡ് കണ്ടെയ്ൻസ് അമിനോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ NH2 ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിലാണ് COH ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. അമിനോ ആസിഡിനകത്ത് ബേസിക് ഗ്രൂപ്പായ NH2 ഉണ്ട്, കാർബോക്സിൽ ആസിഡിക് ഗ്രൂപ്പായ COH ഗ്രൂപ്പും ഉണ്ട്. ഡിപ്പെൻഡിംഗ് അപ്പോൺ ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് അമിനോ ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് ടു carboxyl group, the amino acid can be classified as alpha, beta, gamma and so on. അതായത് COOH ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് നമ്മൾ ഇവിടെ എടുക്കുകയാണ്. അതിന് തൊട്ടടുത്ത് കിടക്കുന്ന കാർബണേന്നാണ് NH2 ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. COH ഗ്രൂപ്പിന് തൊട്ടടുത്ത് കിടക്കുന്ന കാർബണേന് ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ആൽഫ കാർബണിൽ നിന്നാണ് NH2 ഗ്രൂപ്പ് വന്നിരിക്കുന്നെങ്കിൽ അതിന് ആൽഫ അമിനോ ആസിഡ് എന്ന് പറയുന്നു. ഈ നമ്മൾ പ്രോട്ടീൻസിന്റെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ കിട്ടുന്ന അമിനോ ആസിഡിന്റെ നേച്ചർ ആൽഫ നേച്ചറാണ്. ആൽഫ അമിനോ ആസിഡ് ആണ് കിട്ടുന്നത്. അമിനോ ആസിഡ് കണ്ടെയ്ൻസ് അമിനോ ആൻഡ് കാർബോക്സിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഡിപ്പെൻഡിംഗ് അപ്പോൺ ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് അമിനോ ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് ടു കാർബോക്സിൽ ഗ്രൂപ്പ്, ദ അമിനോ ആസിഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ആൽഫ, ബീറ്റ, ഗാമ ആൻഡ് സോ ഓൺ. Only alpha amino acids are obtained on hydrolysis of protein. They may contain other functional group also. നമ്മളിവിടെ ആൽഫ അമിനോ ആസിഡ് ഒരു ജനറൽ സ്ട്രക്ചർ ആണ് മനസ്സിലാക്കുന്നത്. COH ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാർബണെ ആൽഫ കാർബൺ എന്ന് പറയും. ആൽഫ കാർബണെ എന്നുള്ള NH2 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള അമിനോ ആസിഡിനെയാണ് ആൽഫ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. All proteins contain carbon, hydrogen, oxygen and nitrogen. നമ്മൾ അമിനോ ആസിഡിനകത്ത് നമ്മൾ അതിന്റെ സ്ട്രക്ചറിനകത്ത് കണ്ടു NH2 ഗ്രൂപ്പ് ഉണ്ട്, COH ഗ്രൂപ്പ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്. അതുകൊണ്ടാണ് ഓൾ പ്രോട്ടീൻസ് കണ്ടെയ്ൻ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. അതിന്റെ മോണോമർ ആണ് അമിനോ ആസിഡ്. പോളിമർ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് അനേകം അമിനോ ആസിഡ് കൂടി ചേർന്നാണ് പ്രോട്ടീൻ എന്ന പോളിമർ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രോട്ടീനെ വേറൊരു പേര് അറിയപ്പെടും, പോളിപെപ്റ്റൈഡ് എന്ന് അറിയപ്പെടും. പോളിപെപ്റ്റൈഡ്.
A peptide is a chain of amino acid. So a polypeptide is several chains put together. അനേകം അമിനോ ആസിഡിന്റെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ചെയിനാണ് പ്രോട്ടീൻ. ആ പ്രോട്ടീനകത്ത് ഒരു വിശേഷപ്പെട്ട പെപ്റ്റൈഡ് ബോണ്ട് ലിങ്കേജ് അവിടെ ഉണ്ട്. നമ്മുടെ അമിനോ ആസിഡിന്റെ ജനറൽ സ്ട്രക്ചർ ഒന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. കാർബൺ 4 ബോണ്ട്, അതിനകത്ത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഒരു ഹൈഡ്രജൻ ഗ്രൂപ്പ്, NH2 ഗ്രൂപ്പ്, COH ഗ്രൂപ്പ്. COH ഗ്രൂപ്പിനെ കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നു. NH2 ഗ്രൂപ്പിനെ അമിനോ ഗ്രൂപ്പ് എന്ന് പറയുന്നു. അമിനോ ആസിഡ് ആർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഹാവിംഗ് 2 ഫംഗ്ഷണൽ ഗ്രൂപ്പ് NH2 ആൻഡ് COH. NH2 COH കൂടെ അടങ്ങിയാണ് അമിനോ ആസിഡ്. NH2 ഗ്രൂപ്പ് is basic whereas COH is acidic. R can be hydrogen. ഈ ഇവിടെ കാണുന്ന അമിനോ ആസിഡ് ജനറൽ സ്ട്രക്ചറിനകത്ത് കാണുന്ന R എന്ന് പറഞ്ഞ മേ ബി ഹൈഡ്രജൻ. അങ്ങനെ ഹൈഡ്രജൻ ആണെങ്കിൽ ആ അമിനോ ആസിഡിന് പറയുന്ന പേരാണ് ഗ്ലൈസിൻ. ഇനി ഈ R CH3 ആണെങ്കിൽ ഈ ടോട്ടൽ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് അലാനിൻ. അലാനിൻ. ഇപ്പൊ നമ്മള് 2 അമിനോ ആസിഡിനെ പരിചയപ്പെട്ടു. NH2 CH H COH ആണെങ്കിൽ അതിന്റെ പേരാണ് ഗ്ലൈസിൻ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ചെറിയ അമിനോ ആസിഡ് ആണ് ഗ്ലൈസിൻ. ഇനി ആറിന് പകരം ഏറ്റവും ചെറിയ മീഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ CH3. ആൽക്കൈൽ ഗ്രൂപ്പിന് അല്ലാതെ ഏറ്റവും ചെറിയ ആളാണ് മീഥൈൽ CH3 വരുവാണെങ്കിൽ ആ അമിനോ ആസിഡ് സ്പീഷീസിന് പറയുന്ന പേരാണ് അലാനിൻ. അതുപോലെ ഹൈഡ്രോക്സിൽ, മീഥൈൽ, ഇൻസെറിൻ അങ്ങനെ പലതരത്തിലുള്ള ഇത് കാണുന്നു. ഓൾ അമിനോ ആസിഡ് കണ്ടെയ്ൻ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. ബട്ട് സം അഡീഷണലി കണ്ടെയ്ൻ സൾഫർ. ചിലപ്പോൾ സൾഫറും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമിനോ ആസിഡ് ആർ ഡ്യൂ ടു അമിനോ അല്ലെങ്കിൽ കാർബോക്സിൽ ആൻഡ് R ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പ്രത്യേകത കൊണ്ട് ഇതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യസ്തങ്ങളായിട്ട് വരുന്നു. നമുക്ക് അമിനോ ആസിഡിനെ അതിന്റെ നേച്ചർ അനുസരിച്ച് പലതായിട്ട് തിരിക്കാം. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് ന്യൂട്രൽ ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ അമിനോ ആസിഡ് വിത്ത് 1 അമിനോ ആൻഡ് 1 കാർബോക്സിൽ ഗ്രൂപ്പ്. നമ്മൾ അമിനോ ആസിഡിന്റെ ജനറൽ സ്ട്രക്ചർ പിടിച്ചായിരുന്നു. ആ ജനറൽ സ്ട്രക്ചറിനകത്ത് ഒരു NH2 ഗ്രൂപ്പും ഒരു COH ഗ്രൂപ്പും ആണെങ്കിൽ, അതായത് ബേസിക് ഗ്രൂപ്പും കാർബോ ആസിഡിക് ഗ്രൂപ്പും ഓരോന്നേ ഉള്ളെങ്കിൽ അത് ന്യൂട്രൽ ആണെന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഗ്ലൈസിൻ, അലാനിൻ അതൊക്കെ എന്താണ് ന്യൂട്രൽ ആയിട്ടുള്ള അമിനോ ആസിഡിന്റെ എക്സാമ്പിൾ ആണ്. ഇനി അസിഡിക് ആണ്. അമിനോ ആസിഡ് അസിഡിക് ആണെന്ന് പറഞ്ഞാൽ ഒരു 1 എക്സ്ട്രാ കാർബോക്സിൽ ഗ്രൂപ്പ്, അമീൻ ഗ്രൂപ്പ് ഒന്നേ ഉള്ളൂ, 2 COH ഗ്രൂപ്പ് വരുവാണെങ്കിൽ അവിടെ അസിഡിക് ഗ്രൂപ്പിന്റെ എണ്ണം 2ആയി, ബേസിക് ഗ്രൂപ്പ് ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് ആ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ അമിനോ ആസിഡ് എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസ്പാർട്ടിക് ആസിഡ് ഒരു അസിഡിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ആണ്. അടുത്താണ് ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡ്. എന്തായിരിക്കും ബേസിക്? ഒരു അമിനോ ഗ്രൂപ്പും ഒരു കാർബോക്സിൽ ഗ്രൂപ്പും കൂടെ വന്നു, അതിന്റെ കൂടെ ഒരു അമിനോ ഗ്രൂപ്പും കൂടെ വരുവാണെങ്കിൽ, അതായത് നമ്പർ ഓഫ് ബേസിക് ഗ്രൂപ്പിന്റെ എണ്ണം കൂടി. അങ്ങനെയാണെങ്കിൽ 1 എക്സ്ട്രാ അമിനോ ഗ്രൂപ്പ് ഉള്ള അമിനോ ആസിഡിനെയാണ് ബേസിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അർജിനൈൻ അതിന് എക്സാമ്പിൾ ആണ്. അതുപോലെ ലൈസിൻ ഒക്കെ ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മള് 3 തരത്തിലുള്ള അമിനോ ആസിഡ് ആണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ന്യൂട്രൽ, അസിഡിക്, ബേസിക്. ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ എണ്ണം അനുസരിച്ചാണ് നമ്മൾ ന്യൂട്രൽ, അസിഡിക്, ബേസിക് തിരിച്ചത്. ഇനി അടുത്തതാണ് സൾഫർ കണ്ടെയ്നിങ്. അമിനോ ആസിഡ് ഹാവ് സൾഫർ ഉണ്ടെങ്കിൽ സിസ്റ്റിൻ എന്ന് പറയുന്നു. അതുപോലെ ആൽക്കഹോളിക് ആണെങ്കിൽ, ആൽക്കഹോളിക് ഗ്രൂപ്പ് ആണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. OH ഗ്രൂപ്പ് അടങ്ങിയാണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് ആൽക്കഹോളിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. സെറിൻ എക്സാമ്പിൾ ആണ്. ഇനി അരോമാറ്റിക് എന്ന് പറഞ്ഞാൽ സൈക്ലിക് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ, അതായത് ബെൻസീൻ റിംഗ് അങ്ങനെയുള്ളതാണെങ്കിൽ അമിനോ ആസിഡ് ഹാവിംഗ് സൈക്ലിക് സ്ട്രക്ചർ അരോമാറ്റിക്. ഫീനൈൽ അലാനിൻ എക്സാമ്പിൾ ആണ്. പിന്നെ ഹെട്രോസൈക്ലിക് എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് ഹാവിംഗ് നൈട്രജൻ ഇൻ റിംഗ് സ്ട്രക്ചർ, അങ്ങനെയാണ് ഹെട്രോസൈക്ലിക്. ഹിസ്റ്റഡിൻ ഒരു അമിനോ ആസിഡിന്റെ ഹെട്രോസൈക്ലിക് അടങ്ങിയ അമിനോ ആസിഡിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മള് പലതരത്തിൽ അമിനോ ആസിഡിനെ ക്ലാസിഫൈ ചെയ്തു. അതിൽ വരുന്ന ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ ന്യൂട്രൽ, അസിഡിക്, ബേസിക്, സൾഫർ കണ്ടെയ്നിങ്, ആൽക്കഹോളിക്, അരോമാറ്റിക്, ഹെട്രോസൈക്ലിക് എന്നിങ്ങനെയായിട്ട്. നമ്മളിപ്പം കണ്ട പലതരത്തിലുള്ള ആസിഡിന്റെ എക്സാമ്പിൾ ആണ് അലാനിൻ. ന്യൂട്രൽ ആണ്. അസിഡിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ആണ് അസ്പാർട്ടിക് ആസിഡ്. എന്താണ് കാരണം? 2 COO ഗ്രൂപ്പ് വരുന്നുണ്ട്, ഒറ്റ NH3 അമിനോ ഗ്രൂപ്പേ വരുന്നുള്ളൂ. ബേസിക് ആയിട്ടുള്ളതാണ് ലൈസിൻ. ബേസിക് എന്ന് പറയുമ്പോൾ NH2 ഇവിടെ 2 എണ്ണം വരുന്നുണ്ട്, അതുകൊണ്ടാണ് അത് ബേസിക് എന്ന് പറഞ്ഞ ഒരു COH ഗ്രൂപ്പേ ഉള്ളൂ. സെറിൻ ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ ഒരു OH ഗ്രൂപ്പ് വരുന്നതുകൊണ്ടാണ് അത് ആൽക്കഹോളിക് എന്ന് പറയുന്നത്. സൾഫർ അടങ്ങിയിട്ടുള്ളതാണ്, ഇത് സൾഫർ അമിനോ ആസിഡ് ആണ് ഈ ടൈപ്പ് സൾഫർ. ഫീനൈൽ അലാനിൻ അരോമാറ്റിക് റിംഗ് വരുന്നതുകൊണ്ടാണ് നമ്മളിവിടെ കണ്ടത്. എന്നിട്ട് നമ്മൾ പലതരത്തിലുള്ള അമിനോ ആസിഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കാണുന്നത്.
അതുപോലെ അമിനോ ആസിഡ് നമ്മള് രണ്ടായിട്ട് വേറൊരു അടിസ്ഥാനത്തിൽ തിരിച്ചിരിക്കുന്നു. ആ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്നതും നമുക്ക് ഡയറ്റിൽ കൂടി കിട്ടേണ്ടതുമായ അമിനോ ആസിഡിന്റെ അടിസ്ഥാനത്തിലാണ് തിരിക്കുന്നത്. രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, എസൻഷ്യൽ അമിനോ ആസിഡും നോൺ എസൻഷ്യൽ അമിനോ ആസിഡും. എന്താണ് എസൻഷ്യൽ അമിനോ ആസിഡ്? എസൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ അമിനോ ആസിഡ് തന്നെയാണ്, പക്ഷേ നമ്മുടെ ശരീരം അത് ഉൽപ്പാദിപ്പിക്കുന്നില്ല. എസൻഷ്യൽ അമിനോ ആസിഡ് cannot be synthesized within the body. Within the body, നമ്മുടെ ബോഡിയിൽ അത് സിന്തസിസ് ചെയ്യുന്നില്ല. These are included in protein that form muscles. They account for 30 to 40% essential amino acid. ഇനി നോൺ എസൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ this can be synthesized within the body. നമ്മുടെ ബോഡി തന്നെ അത് നാച്ചുറൽ ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നോൺ എസൻഷ്യൽ അമിനോ ആസിഡ് അലാനിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, അസ്പാർട്ടിക് ആസിഡ് ഒക്കെ നോൺ എസൻഷ്യൽ നമ്മുടെ ബോഡി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അമിനോ ആസിഡ് ആണ്. എന്നാൽ എസൻഷ്യൽ അമിനോ ആസിഡ് കനോട്ട് ബി സിന്തസിസ് വിതിൻ ദ ബോഡി. കെറോലിൻ, ഹിസ്റ്റഡിൻ ഒക്കെ അങ്ങനെയുള്ള ലൈസിനൊക്കെ എസൻഷ്യൽ അമിനോ ആസിഡ് എക്സാമ്പിൾ ആണ്. ഓൾ അമിനോ ആസിഡ്, അതായത് എസൻഷ്യലും നോൺ എസൻഷ്യലുമായിട്ടുള്ള അമിനോ ആസിഡ് ആർ റിക്വയർഡ് ഫോർ ബോഡി ഗ്രോത്ത്. സിൻസ് എസൻഷ്യൽ അമിനോ ആസിഡ് കനോട്ട് ബി സിന്തസിസ്ഡ് വിതിൻ ദ ബോഡി, ദേ ഹാവ് ടു ബി കൺസ്യൂംഡ് ഇൻ ദ ഫോം ഓഫ് ഫുഡ്. നമുക്ക് ഫുഡിലൂടെ കിട്ടണം എസൻഷ്യൽ അമിനോ ആസിഡ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള ആഹാരവും കഴിക്കണമെന്ന് പറയുന്നത്. അല്ലാതെ ഇഷ്ടമുള്ള കുറച്ച് ബേക്കറി ഐറ്റംസ് മാത്രം കഴിക്കാതെ നമ്മുടെ ചുറ്റുപാടുമുള്ള നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ ഇതിൽ കിട്ടുന്ന ഫുഡെല്ലാം കഴിക്കുക കേട്ടോ. അതാണ് സമീകൃത ആഹാരത്തിലൂടെ മാത്രമേ എസൻഷ്യൽ അമിനോ ആസിഡ് നമുക്ക് ലഭിക്കത്തുള്ളൂ. അമിനോ ആസിഡിന്റെ അസിഡിക് ഗ്രൂപ്പും ബേസിക് ഗ്രൂപ്പും. ബേസിക് ഗ്രൂപ്പാണ് NH2, അസിഡിക് ഗ്രൂപ്പാണ് COH. നമ്മൾ കാർബൺ ഓർത്താൽ മതി. കാർബൺ 4 ബോണ്ട്, 4 ബോണ്ടിൽ ഒന്നിൽ NH2 ഗ്രൂപ്പ്, ഒരെണ്ണത്തിൽ COH ഗ്രൂപ്പ്, ഒരെണ്ണത്തിൽ ഹൈഡ്രജൻ, ഒരെണ്ണത്തിനകത്ത് 6. ഈ 6 മാറി വരുന്ന അനുസരിച്ചാണ് അമിനോ ആസിഡ് നമുക്ക് പേര് വേറെ മാറി വിളിക്കുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ ആൽഫ അമിനോ ആസിഡ് ആണ്. ആൽഫ അമിനോ ആസിഡ് ആണ് ഈ കാണുന്ന ജനറൽ സ്ട്രക്ചർ. ഇവിടെ അസിഡിക് ഗ്രൂപ്പ്, വാട്ട് ഈസ് ആസിഡ്? ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H+. What is base? Base is a substance which accepts a proton. അന്നേരം ഇവിടെ വെള്ളത്തിലോട്ട് ഇടുവാണെങ്കിൽ അമിനോ ആസിഡിനെ വെള്ളത്തിൽ പിടിച്ച് തള്ളിയിടുക. അന്നേരം ഈ അമിനോ ആസിഡിനകത്ത് COOH+ ആയിട്ട് അങ്ങ് പോകുന്നു. ഉടനെ NH2 അതിന് സ്വീകരിക്കുന്നു, NH3+ ആയി മാറുന്നു. COO- NH3+. അന്നേരം അമിനോ ആസിഡ് ഇതിനകത്ത് എന്താണ്, ഒരു പ്ലസ് ചാർജും മൈനസ് ചാർജും ഉള്ള ഒരു അയോൺ ആയി മാറുന്നു അമിനോ ആസിഡ്. ഇങ്ങനെയുള്ള അയോണിനെയാണ് സിറ്റർ അയോൺ എന്ന് പറയുന്നത്. സിറ്റർ. ദിസ് ഈസ് കോൾഡ് സിറ്റർ അയോൺ. This is the form that amino acid exists even in the solid state. If you dissolve the amino acid in water, a simple solution also contains this. A sitter ion is a compound with a no overall electrical charge. ഇവിടെ ന്യൂട്രൽ ചാർജ് കാരണം ഒരു മൈനസും ഒരു പ്ലസും വരുന്നുണ്ട്. But which contains separate parts which are positively and negatively charged. ഇതാണ് സിറ്റർ അയോൺ. എന്താണ് സിറ്റർ അയോൺ? അമിനോ ആസിഡ് ചാർജ് സ്വഭാവം കൈവരിക്കുന്നു. അതായത് അത് വെള്ളത്തിലോട്ടൊക്കെ ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അമിനോ ആസിഡിനകത്ത് ആസിഡ് H+ കൊടുക്കുന്നു. അന്നേരം COO- ആയി മാറുന്നു. ഉടനെ തന്നെ ബേസ് അതിനെ സ്വീകരിച്ച് NH3+ ആയി മാറുന്നു. മൈനസും പ്ലസും ഉള്ള ന്യൂട്രൽ കോമ്പൗണ്ട് ആയി മാറുന്നു. ഇതാണ് സിറ്റർ അയോൺ, അമിനോ ആസിഡിന്റെ സിറ്റർ അയോൺ. ഇനി പ്രോട്ടീൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പ്രോട്ടീൻ അമിനോ ആസിഡ് കമ്പൈൻ ചെയ്താണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത് അല്ലേ? ഇതൊരു മനുഷ്യച്ചങ്ങല പോലെയാണ്. അമിനോ ആസിഡ്, ഒരു അമിനോ ആസിഡ്, അത് അടുത്ത അമിനോ ആസിഡ്, അങ്ങനെ അവർ കൈ കോർത്ത് പിടിച്ച് പോവുക. അവിടെ ഇവര് ഒരുമിക്കുമ്പോൾ അവിടെ കുറച്ച് മോളിക്യൂൾസ് നഷ്ടപ്പെടണം. സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അവർക്ക് യോജിക്കാൻ പറ്റത്തുള്ളൂ ഈ അമിനോ ആസിഡിന്. അങ്ങനെ ഉണ്ടാകുന്ന ആ ബോണ്ടിന് പറയുന്ന പേരാണ് പെപ്റ്റൈഡ് ബോണ്ട്. എന്താണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് നോക്കാം. ഇതൊരു അമിനോ ആസിഡ് ആണ്, അടുത്ത അമിനോ ആസിഡ്. ഈ 2 അമിനോ ആസിഡും കൂടെ കൂടി ചേർന്ന് നമുക്ക് പ്രോട്ടീൻ ഉണ്ടാകണം. അതിനുവേണ്ടി ഇവര് കൂടി ചേരണമെങ്കിൽ വെറുതെ നിന്നാലൊന്നും അവര് ഒരു കൂട്ടുകുടുംബം ആകത്തില്ല. അതിനുവേണ്ടി അമിനോ ആസിഡിനകത്തെ കാർബോക്സിൽ ഗ്രൂപ്പിനകത്തെ OH, അതിന്റെ OHഉം അടുത്ത അമിനോ ആസിഡിനകത്തെ NH2-നകത്തെ ഹൈഡ്രജൻ, ഇവർ രണ്ടുപേരും കൂടെ OH-ഉം H-ഉം കൂടെ കമ്പൈൻ ചെയ്ത് -H2O ആയിട്ട് അങ്ങ് പോകുന്നു. ഇവർ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ ഇനി എന്തുണ്ടാകുന്നു? ഒരു വേക്കൻസി കിടക്കുക. വേക്കൻസി കിടക്കുമ്പോൾ ഈ കാർബൺ നൈട്രജനുമായിട്ട് ഒരു ബോണ്ട് അവിടെ ഉണ്ടാകുന്നു. അന്നേരം നമുക്ക് ഇവിടെ കാണാവുന്ന ബോണ്ട് എന്താണ്? C+O സിംഗിൾ ബോണ്ട് NH. ഈ ബോണ്ടിനെയാണ് നമ്മൾ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവുകയാണ് 2 അമിനോ ആസിഡ് കമ്പൈൻ ചെയ്യുമ്പോൾ. 2 അമിനോ ആസിഡ് കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അമിനോ ആസിഡിന്റെ COH ഗ്രൂപ്പിനകത്ത് OH-ഉം
അടുത്ത അമിനോ ആസിഡിന്റെ NH2-നകത്ത് H കൂടെയാണ് കമ്പൈൻ ചെയ്ത് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുന്നത്. അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് സീരിയലി ബൈ പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ് ബോണ്ടിന്റെ ഫോർമുല നമുക്ക് എഴുതാം CONH, formed between the NH2 of one amino acid and the COOH of adjacent amino acid. Chain having two amino acids linked by a peptide bond is called as a dipeptide. The sequence of amino acids present in a polypeptide is specific for a particular protein. Okay, ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ ഉണ്ടാകണമെങ്കിൽ നമ്പർ അനുസരിച്ച് അതിൽ കറക്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് ഉണ്ട്. ആ അമിനോ ആസിഡ് അനുസരിച്ച് അത് ക്രമമായിട്ട് നിൽക്കണം. അങ്ങനെയാണ് അവിടെ അമിനോ ആസിഡ് കമ്പൈൻ ചെയ്ത് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ പ്രോട്ടീൻസിന്റെ. പ്രോട്ടീൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ 2 types on the basis of their molecular shape. ഇത് ഏതൊരു ഷേപ്പാണ്? കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ്. അടുത്താണ് മയോഗ്ലോബിൻ. ഈ മയോഗ്ലോബിന്റെ ഷേപ്പ് ഒരു സ്പെറിക്കൽ ഗ്ലോബ് ടൈപ്പ് ആണ്. അതുപോലെ ഈ കൊളാജൻ എന്ന് പറഞ്ഞൊരു ഫൈബറസ്, അതായത് നീണ്ട പോലത്തെ ഒരു ഷേപ്പ് അല്ലെ, ഫൈബറസ്. ഈ മോളിക്കുലർ ഷേപ്പ് അനുസരിച്ച് പ്രോട്ടീനെ രണ്ടായിട്ട് തിരിക്കുകയാണ്, ഫൈബറസ് പ്രോട്ടീനും ഗ്ലോബുലാർ പ്രോട്ടീനും. ഫൈബറസ് ആൻഡ് ഗ്ലോബുലാർ പ്രോട്ടീൻ. എന്താണ് ഫൈബറസ് പ്രോട്ടീൻ? നമുക്കൊന്ന് നോക്കാം. When the polypeptide chains run parallel and are held together by hydrogen and disulfide bonds, then fiber-like structure is formed. ശ്രദ്ധിക്കുക, ഫൈബർ. ബോർഡ് എക്സാമിലൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഫൈബറസ് പ്രോട്ടീനും ഗ്ലോബുലാർ പ്രോട്ടീനും എന്താണ്. ഫൈബർ ലൈക്ക് സ്ട്രക്ചർ ഇസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതാണ് ഫൈബറസ് പ്രോട്ടീൻ. Such proteins are generally insoluble in water. പ്രത്യേകം നോട്ട് ചെയ്യുക, ഇൻസോലുബിൾ, വെള്ളത്തിൽ അത് ലയിച്ചു ചേർത്തില്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ മുടിക്കകത്ത് പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീനാണ് കെരാറ്റിൻ. വെള്ളം വീഴുമ്പോൾ നമ്മുടെ മുടിയൊക്കെ അങ്ങ് അരിഞ്ഞു പോയാൽ എന്താ സംഭവിക്കുന്നത്? അതങ്ങ് സംഭവിക്കത്തില്ല അല്ലെ. അതുകൊണ്ടാണ് അത് ഇൻസോലുബിൾ ആയിട്ടുള്ള പ്രോട്ടീനാണ് ഫൈബറസ് പ്രോട്ടീൻ. കോമൺ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെരാറ്റിൻ പ്രസന്റ് ഇൻ ഹെയർ, വൂൾ, സിൽക്ക്. ആൻഡ് മയോസിൻ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ഇൻ മസിൽസ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രോട്ടീനാണ് മസിൽസിലൊക്കെ വേണ്ടത്. ആ മയോസിനൊക്കെ ഫൈബറസ് പ്രോട്ടീനാണ്. ഫൈബറസ് പ്രോട്ടീൻ എക്സാമ്പിൾ രണ്ടെണ്ണം പഠിക്കണം, കെരാറ്റിനും മയോസിനും. ഓക്കെ, മയോസിൻ എവിടെയാണ് കാണുന്നത്? മസിൽസില്. കെരാറ്റിൻ കാണുന്നത് ഹെയറിൽ. ഇനി ഗ്ലോബുലാർ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് സോലുബിൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതാണ് ഗ്ലോബുലാർ പ്രോട്ടീൻ. ഇൻസുലിൻ ആൻഡ് ആൽബുമിൻ. ഇൻസുലിൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഷുഗർ പേഷ്യൻസിനകത്തൊക്കെ അല്ലെ ഇൻസുലിൻ. അതുപോലെ കിഡ്നിയുടെ ഇതിനൊക്കെയാണ് ആൽബുമിന്റെ പ്രോട്ടീൻ ഒക്കെ പറയും. ആർ ദ കോമൺ എക്സാമ്പിൾ ഓഫ് ഗ്ലോബുലാർ പ്രോട്ടീൻ. ഗ്ലോബുലാർ പ്രോട്ടീൻ വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതാണ് ഗ്ലോബുലാർ പ്രോട്ടീൻ. ഗ്ലോബുലാർ പ്രോട്ടീൻ സ്ട്രക്ചർ റിസൾട്ട് വെൻ ദ ചെയിൻസ് ഓഫ് പോളിപെപ്റ്റൈഡ് കോയിൽ അറൌണ്ട് ടു ഗിവ് എ സ്പെറിക്കൽ ഷേപ്പ്. ഒരു സ്പെറിക്കൽ ഷേപ്പ് ആണ്. അതുകൊണ്ടാണ് അതിന്റെ പേര്, അതിന്റെ ഷേപ്പ് അനുസരിച്ചാണ് അതിന്റെ പേര് ഗ്ലോബുലാർ, ഗ്ലോബിന്റെ ഷേപ്പ്. ഫൈബറസ് എന്ന് പറഞ്ഞാൽ ഫൈബർ ലൈക്ക് സ്ട്രക്ചർ ആയാണ് ഫൈബറസ് എന്ന് പേരിട്ടിരിക്കുന്നത്. ഗ്ലോബുലാർ പ്രോട്ടീൻ എക്സാമ്പിൾ ഇൻസുലിൻ ആൻഡ് ആൽബുമിൻ. ഓർത്തിരിക്കുക, ഫൈബറസ് പ്രോട്ടീൻ ഏതാണ് എക്സാമ്പിൾ? കെരാറ്റിൻ ആൻഡ് മയോസിൻ. നമുക്ക് അതിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം. ഫൈബറസ് പ്രോട്ടീൻ ലോങ് ആൻഡ് നാരോ, നമ്മൾ സ്ട്രക്ചർ കണ്ടായിരുന്നു അല്ലെ. അതുപോലെ ഗ്ലോബുലാർ എന്താണ്? റൗണ്ട്, സ്പെറിക്കൽ. ഫൈബറസ് റിപ്പറ്റേറ്റീവ് അമിനോ ആസിഡ് സീക്വൻസ്. ഗ്ലോബുലാറിനകത്ത് ഇറഗുലർ അമിനോ ആസിഡ് സീക്വൻസ് ആണുള്ളത്. ഫൈബറസ് protein less sensitive to changes in pH, temperature, etc. Globular more sensitive to changes in pH, temperature, etc. Fibrous proteins example ആണ് കൊളാജൻ, മയോസിൻ, ഫൈബ്രിൻ, കെരാറ്റിൻ. അങ്ങനെയുള്ളതെല്ലാം ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ്. എൻസൈംസ്, നമ്മൾ എൻസൈംസ് കേട്ടിട്ടുണ്ടല്ലേ, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ് എൻസൈംസ്. അതൊരു ഗ്ലോബുലാർ പ്രോട്ടീൻ ടൈപ്പ് ആണ്. ഓർത്തിരിക്കുക, ഗ്ലോബുലാർ പ്രോട്ടീൻ. ഹീമോഗ്ലോബിൻ എവിടെയാണ് കാണുന്നത്? ബ്ലഡിൽ കാണപ്പെടുന്നതാണ് ഹീമോഗ്ലോബിൻ. ഇൻസുലിൻ, അതെല്ലാം ഗ്ലോബുലാർ പ്രോട്ടീൻ ആണ്. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾ ബയോളജിക്കകത്ത് പഠിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ഗ്ലോബുലാർ പ്രോട്ടീനും അല്ലെങ്കിൽ പ്രോട്ടീൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങളിത് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഫൈബറസ് പ്രോട്ടീൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ഫൈബറസും ഗ്ലോബുലറും തമ്മിലുള്ള. ഫൈബറസ് പ്രോട്ടീൻസ് ജനറലി ഇൻസോലുബിൾ ഇൻ വാട്ടർ. ഗ്ലോബുലാർ പ്രോട്ടീൻ ജനറലി സോലുബിൾ ഇൻ വാട്ടർ. ഓക്കെ, ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ലോങ് ആൻഡ് നാരോ, റൗണ്ട് ഷേപ്പ്, അതുപോലെ തന്നെ ഇൻസോലുബിൾ ഇൻ വാട്ടർ. ഗ്ലോബുലാർ പ്രോട്ടീൻ സോലുബിൾ ഇൻ വാട്ടർ. രണ്ട് എക്സാമ്പിളും കൂടെ ഓർത്തിരിക്കുക. കെരാറ്റിനും മയോസിനും ഒക്കെ ഫൈബറസ് പ്രോട്ടീൻ എക്സാമ്പിൾ ആണ്. ഗ്ലോബുലാർ പ്രോട്ടീൻ എക്സാമ്പിൾ ആണ് ഹീമോഗ്ലോബിൻ, ഇൻസുലിൻ, അങ്ങനെയുള്ള എൻസൈംസ് ഒക്കെ. ഓക്കെ, നമുക്ക് കെരാറ്റിൻ എവിടെയാണെന്നാ പറഞ്ഞത്? എവിടെ കാണുന്ന പ്രോട്ടീനാണ്? മുടിക്കകത്തൊക്കെ കാണുന്നത് അല്ലേ, നമ്മുടെ തലമുടിയില്.
ഇതിൽ ഈ തലമുടിയിൽ കാണുന്ന ഈ കെരാറ്റിൻ കിട്ടണമെങ്കിൽ നമുക്ക് ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടും കെരാറ്റിൻ. ഏതൊക്കെയാണ്? ബീഫ്, കോളിഫ്ലവർ, കളർ ഗ്രീൻസ്, എഗ്സ്, ട്യൂണ ഫിഷ്, അതുപോലെ നട്ട്സ്, അതിൽ നിന്നെല്ലാം നമുക്ക് കെരാറ്റിൻ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല തലമുടിയൊക്കെ വളരണം എന്ന്, നല്ലപോലെ വളരണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ ഈ ഫുഡൊക്കെ നല്ലപോലെ കഴിക്കുക കേട്ടോ. ഇപ്പോൾ ഗ്ലോബുലർ പ്രോട്ടീൻ എക്സാമ്പിൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഹിസ്റ്റോൺസ്, ഫൈബ്രസ്, കൊളാജൻ, ഇലാസ്റ്റിൻ, കെരാറ്റിൻ എക്സാമ്പിൾ ഒക്കെ ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നത് പ്രോട്ടീൻ സ്ട്രക്ചർ ആണ്. പ്രോട്ടീൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 3 dimensional അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ഇൻ ആൻ അമിനോ ആസിഡ്. അതാണ് പ്രോട്ടീൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രോട്ടീനെ നമുക്ക് 4 ആയിട്ട് അതിന്റെ സ്ട്രക്ചർ തിരിക്കാം. പ്രൈമറി, സെക്കൻഡറി, അതുപോലെ തന്നെയാണ് ടെർഷ്യറി, ക്വാട്ടർണറി സ്ട്രക്ചർ. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. പ്രൈമറി സ്ട്രക്ചറിനകത്ത് അമിനോ ആസിഡ് ഇങ്ങനെ സീക്വൻ ഓർഡർ ആയിട്ട് റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. അതാണ് പ്രൈമറി സ്ട്രക്ചർ. അങ്ങനെയാണ് പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാകുന്നത്. പെപ്റ്റൈഡ് ബോണ്ടുകൾ ഫോം ചെയ്യുന്നു. അമിനോ ആസിഡ് കൂടിച്ചേർന്ന് എന്തുണ്ട്? പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുന്നു. പെപ്റ്റൈഡ് ബോണ്ട് അനേകം പെപ്റ്റൈഡ് ബോണ്ട്, പോളിപെപ്റ്റൈഡ് ബോണ്ട്, അതാണ് പ്രൈമറി സ്ട്രക്ചർ. ഈ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ ബോൺസ്, ആൽഫ ഹെലിക്സ് സ്ട്രക്ചറും ബീറ്റ ഷീറ്റ് സ്ട്രക്ചറുമാണ് അവിടെ ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ ബോൺസ് ഒക്കെ ഉണ്ടാകുന്നു, പാരലലും ആന്റി പാരലലും ഒക്കെ. അതുപോലെ ടെർഷ്യറി എന്ന് പറഞ്ഞാൽ ഇത് ഫോൾഡ് ചെയ്യുവാണ്. ഈ നമ്മുടെ അമിനോ ആസിഡിന്റെ സീക്വൻസ് ഒക്കെ ഫോൾഡ് ചെയ്യുന്നു. ക്വാട്ടർണറി ബോൺസ് എന്ന് പറഞ്ഞാൽ പോളിപെപ്റ്റൈഡ്, അനേകം അമിനോ ആസിഡ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ് ക്വാട്ടർണറിക്കകത്തുള്ളത്. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം. പ്രൈമറി പ്രോട്ടീൻ സ്ട്രക്ചർ സീക്വൻസ് ഓഫ് എ ചെയിൻ ഓഫ് അമിനോ ആസിഡ്സ്. ഇതാണ് അനേകം അമിനോ ആസിഡ്സ് കൂടി ചേരുവാണ് ഇവിടെ. സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ആയിട്ട് പ്രൈമറി പ്രോട്ടീൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പ്രൈമറി പ്രോട്ടീൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് എ ചെയിൻ ഓഫ് അമിനോ ആസിഡ്. ഇവിടെ നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4 എന്ന് പറഞ്ഞുകൊണ്ട് അമിനോ ആസിഡ് ഇങ്ങനെ ക്രമീകരിച്ച് വരുവാണ്. അങ്ങനെയാണ് പ്രോട്ടീന്റെ പ്രൈമറി സ്ട്രക്ചർ ഉണ്ടാകുന്നത്. The primary structure refers to the number and linear sequence of amino acid in the polypeptide chain and the location of the disulfide bridge. The primary structure is responsible for the function of the protein. Important ആണ്. Primary structure ആണ് responsible for the function of the protein. The N-terminal amino acid is written on the left side, whereas carbon terminal amino acid is written on the right side. നമ്മുടെ പെപ്റ്റൈഡ് ലിങ്കേജ് എഴുതാൻ വേണ്ടിയാണ് ഇങ്ങനെ. N-terminal amino acid is written on the left side, whereas the C-terminal amino acid is written on the right side. Peptide bond. There are 4 basic structural levels are assigned to protein: primary, secondary, tertiary and quaternary. ഇപ്പൊ നമ്മൾ പ്രൈമറി ആണ് പഠിച്ചത്. ഇതാണ് സെക്കൻഡറി സ്ട്രക്ചർ. സെക്കൻഡറി സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ 2 ടൈപ്പാണ്, ആൽഫ ഹെലിക്സും ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചറുമാണ് സെക്കൻഡറി സ്ട്രക്ചറിൽ വരുന്നത്. Secondary structure of protein. The secondary structure of protein refers to the shape in which a long polypeptide chain can exist. They are found to exist in 2 different types of structures. Alpha helix. ഇതാണ് ആൽഫ ഹെലിക്സ് എന്ന് പറയുന്നത്. അടുത്താണ് ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ. ഇത് വീതിയിൽ ഇത് നല്ല ആൽഫ ഹെലിക്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. These structures arise due to the regular folding of the backbone of the polypeptide chain due to the hydrogen bonding between CO and NH group of the polypeptide. അതായത് ഇവിടെ നമുക്കറിയാം അമിനോ ആസിഡിനകത്ത് ഒരു അമിനോ ആസിഡിനകത്ത് എല്ലാത്തിനകത്തും COOHും NH2 ഉണ്ട് അല്ലെ. അതിന് COയും NHും തമ്മിൽ ഇങ്ങനെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകുന്നതാണ് ഇത് ഫോൾഡ് ചെയ്ത് വരുന്നത്. ഇവിടെ നമ്മുടെ ആൽഫ ഹെലിക്സ് സ്ട്രക്ചറാണിത്. ആൽഫ ഹെലിക്സ് സ്ട്രക്ചറിനകത്ത് നമുക്ക് കാണാം COയും NHും തമ്മിൽ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആൽഫ ഹെലിക്സ് ചുറ്റുകോണി പോലെ വരുന്നത്. The alpha helix is a common in the secondary structure of protein and is a right hand helix conformation in which every backbone hydrogen group hydrogen bonds to the backbone CO group. COയും NHും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുകയാണ്. അമിനോ ആസിഡ് ലൊക്കേറ്റഡ് 3 or 4 റെസിഡ്യൂ ഏരിയൽ along the protein sequence. നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഗ്രൂപ്പിനകത്ത് COയും NHും തമ്മിൽ അമിനോ ആസിഡിന്റെ COയും NHും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് നടത്തി ഇങ്ങനെ ഒരു ഹെലിക്സ് സ്ട്രക്ചർ ഉണ്ടാവുകയാണ് ആൽഫ ഹെലിക്സ്. അടുത്ത സെക്കൻഡറി സ്ട്രക്ചറിനകത്ത് അടുത്ത ടൈപ്പാണ് ബീറ്റ ഷീറ്റ്. അതായത് ഷീറ്റ് പോലെ ഇങ്ങനെ ഉണ്ടാവുകയാണ്. ഇതെല്ലാം അമിനോ ആസിഡ് എല്ലാം കൂടെ നിരന്ന് നിൽക്കുകയാണ്. അന്നേരം അവിടെ COയും NHും തമ്മിലും ഹൈഡ്രജൻ തമ്മിലും ഒക്കെ ബോണ്ടിങ് ഉണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ബീറ്റ ഷീറ്റ്. ഇൻ ബീറ്റ സ്ട്രക്ചർ ഓൾ പെപ്റ്റൈഡ് ചെയിൻസ് ആർ സ്ട്രെച്ചഡ് ഔട്ട് ടു നിയർലി മാക്സിമം എക്സ്റ്റൻഷൻ, വലിച്ചു നീട്ടുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ ലേഡ് സൈഡ് ബൈ സൈഡ് വിച്ച് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്സ്.
The structure resembles the pleated folds of drapery and therefore it is known as beta pleated sheet. Side by side hydrogen bonding ഇങ്ങനെ വലിച്ചു നീട്ടിയിരിക്കുന്നു, അതാണ് ബീറ്റ ഷീറ്റ്. ഇപ്പൊ നമ്മൾ സെക്കൻഡറി സ്ട്രക്ചറിനകത്ത് രണ്ട് സ്ട്രക്ചർ പഠിച്ചു, ആൽഫ ഹെലിക്സും ബീറ്റ ഷീറ്റും. അതിന്റെ ഷേപ്പ് അനുസരിച്ചാണ് അത് വരുന്നത്. അടുത്താണ് ടെർഷ്യറി സ്ട്രക്ചർ. എന്താണ് ടെർഷ്യറി സ്ട്രക്ചർ? ഇതാണ് ടെർഷ്യറി പ്രോട്ടീന്റെ ടെർഷ്യറി സ്ട്രക്ചർ ആണ്. ദ ഹെലിക്കൽ പോളിപെപ്റ്റൈഡ് മേ ബി ഫോൾഡ്, അതായത് നമ്മുടെ ഈ പോളിപെപ്റ്റൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് upon itself and assume a complex but a specific form. അന്നേരം ഇവിടെ സ്പെസിഫിക് ഫോം എന്താണ് വരുന്നത്? സ്പെറിക്കൽ, റോഡ് ലൈക്ക് ഓർ സംതിങ് ഇൻ ബിറ്റ്വീൻ. ദ ജോമെട്രിക്കൽ ഷേപ്സ് ആർ നോൺ ആസ് ടെർഷ്യറി സ്ട്രക്ചർ. ഈ ജോമെട്രിക്കൽ ഷേപ്പിനെയാണ് ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. പോളിപെപ്റ്റൈഡ് ചെയിൻസ് എല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലാസ്റ്റത്തെയാണ് കോർഡിനറി സ്ട്രക്ചർ. നമ്മുടെ പ്രോട്ടീന്റെ കോർഡിനറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇഫ് ദേ ഹാവ് 2 or more പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്, പോളിപെപ്റ്റൈഡ് ചെയിനിൽ അവിടെ കൂടി ചേർന്ന കോർഡിനറി സ്ട്രക്ചർ ആണ്. ഹീമോഗ്ലോബിൻ ഈസ് ആൻ എക്സലന്റ് എക്സാമ്പിൾ. ഹീമോഗ്ലോബിൻ കോർഡിനറി സ്ട്രക്ചറിന്റെ നമുക്ക് എക്സാമ്പിൾ നമുക്ക് പറയാൻ സാധിക്കും. പ്രോട്ടീൻസ് ആർ സെഡ് ടു ബി ഇൻ കോർഡിനറി ഇൻ സ്ട്രക്ചർ ഇഫ് ദേ ഹാവ് 2 or more പോളിപെപ്റ്റൈഡ് ചെയിൻസ്. എല്ലാം കൂടെ മടക്കി ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ് ചെയിനെ എല്ലാം മടക്കി 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 വെക്കുകയാണ് ഇവിടെ കോർഡിനറി. ഇപ്പൊ നമ്മുടെ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ കാണുകയാണ്. പ്രൈമറി പ്രോട്ടീൻ, അതാണ് അമിനോ ആസിഡ് സീക്വൻസ് ഓഫ് ചെയിൻ ഓഫ് അമിനോ ആസിഡ്. സെക്കൻഡറി പ്രോട്ടീൻ സ്ട്രക്ചർ, ലോക്കൽ ഫോൾഡിംഗ് ഓഫ് ദ പോളിപെപ്റ്റൈഡ് ചെയിൻ ഇൻടു ഹെലിക്സ് ഓർ ഷീറ്റ്സ്. ഇത് ഷീറ്റ്സ്, ഇത് ആൽഫ ഹെലിക്സ്. ഈ ഷീറ്റിനെ പറഞ്ഞാൽ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്. സെക്കൻഡറി സ്ട്രക്ചറിനകത്ത് ലോക്കൽ ഫോൾഡിംഗ് ഓഫ് ദ പോളിപെപ്റ്റൈഡ്. ഇനി എന്താണ്? പ്രൈമറി കഴിഞ്ഞു, അത് സെക്കൻഡറി ആയി. സെക്കൻഡറി കഴിഞ്ഞിട്ട് അത് നമ്മുടെ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്, ആൽഫ ഹെലിക്സ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഫോൾഡ് ചെയ്യാണ്. ബീറ്റ പ്ലേറ്റഡ് ഷീറ്റും ആൽഫ ഹെലിക്സും കൂടെ ഫോൾഡ് ചെയ്ത് ടെർഷ്യറി പ്രോട്ടീൻ സ്ട്രക്ചർ ആവുകയാണ്. 3-dimensional ഫോൾഡിംഗ് പാറ്റേൺ ഓഫ് പ്രോട്ടീൻ ഡ്യൂ ടു സൈഡ് ചെയിൻ ഇന്ററാക്ടിങ്. ഇതാണ് 3-dimensional. ആദ്യം പ്രൈമറി ഉണ്ടായി, അത് കഴിഞ്ഞത് ആൽഫ ഹെലിക്സും ബീറ്റ പ്ലേറ്റഡുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ്ങിലൂടെ മാറുന്നു. അത് ആൽഫ ഹെലിക്സും ബീറ്റ പ്ലേറ്റഡും കൂടെ ഇന്ററാക്ട് ചെയ്ത് 3-dimensional സ്ട്രക്ചർ ആവുകയാണ്. ഇനി അനേകം പ്രോട്ടീൻ കൺസിസ്റ്റിംഗ് ഓഫ് മോർ ദാൻ 1 അമിനോ ആസിഡ് ചെയിൻ ആണ് കോർഡിനറി പ്രോട്ടീൻ സ്ട്രക്ചർ. എല്ലാം കൂടെ കൂടി ചേർന്ന് ഫോൾഡ് ചെയ്ത് ഒരു സ്ട്രക്ചറായി മാറുന്നതാണ് കോർഡിനറി സ്ട്രക്ചർ. ഇത് നമ്മളിപ്പം പഠിച്ചത് പ്രോട്ടീന്റെ സ്ട്രക്ചറാണ്. പ്രോട്ടീന്റെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് കോർഡിനറി സ്ട്രക്ചർ. ഈ സെക്കൻഡറിക്കകത്താണ് 2 ടൈപ്പ്, ആൽഫ ഹെലിക്സും ബീറ്റ പ്ലീറ്റഡും എന്ന് ഓർത്തിരിക്കുക. പ്രോട്ടീൻസ് have 4 phases of production. Primary amino acids are bound together. Secondary kata individual amino acids are bent and molded as needed. Tertiary kata in the entire chain of amino acid is bent and molded as needed, forming a subunit. Quaternary multiple completed subunits are fit together to make a complete protein. Okay, complete protein ആവുകയാണ്. For example, hemoglobin ഒക്കെ അങ്ങനെയുള്ള പ്രോട്ടീൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത പ്രോട്ടീൻ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞല്ലേ. അമിനോ ആസിഡ് എല്ലാം കൂടെ കൂടി ചേർന്ന് പ്രോട്ടീന്റെ സ്ട്രക്ചറായി കോർഡിനറി സ്ട്രക്ചർ വരെ എത്തി. അടുത്താണ് ഡീനേച്ചറേഷൻ. ഡീനേച്ചറേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചർ, ഫോർ എക്സാമ്പിൾ സെക്കൻഡറി ടെർഷ്യറി ഒക്കെ പെട്ടെന്ന് തന്നെ അതിന് എന്തെങ്കിലും ഒരു ഹീറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ആസിഡ് വീഴുവോ ഒക്കെ ചെയ്താൽ ആ പ്രോട്ടീൻസിന്റെ അത് കൊയാഗുലേറ്റ് ആയി പോകുന്നു. അങ്ങനെ നടക്കുന്ന ഫിനോമിനയ്ക്ക് പറയുന്നതാണ് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ. Denaturation is a process in which proteins or nucleic acid lose the quaternary structure, tertiary structure and secondary structure, which is present in their native state by application of some external stress or compounds such as strong acid or base or a concentrated inorganic salt. അങ്ങനെയാകുമ്പോൾ അതിന്റെ സെക്കൻഡറി, ടെർഷ്യറി, കോർഡിനറി സ്ട്രക്ചറിന് വ്യത്യാസം വന്ന് അത് കൊയാഗുലേറ്റ് ചെയ്യുന്നു. ഡ്യൂറിംഗ് ഡീനേച്ചറേഷൻ സെക്കൻഡറി, ടെർഷ്യറി സ്ട്രക്ചേഴ്സ് ആർ ഡിസ്ട്രോയ് ചെയ്തു പോവാണ്. But the primary structure of the protein is not changed. Function of the protein നിർവഹിക്കുന്ന എന്താണ്? പ്രൈമറി സ്ട്രക്ചർ ആണ്. Primary structure of the protein is not changed because the peptide bonds are not affected. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡീനേച്ചറേഷൻ എഫക്ട് ചെയ്യുന്നത് സെക്കൻഡറി, ടെർഷ്യറി സ്ട്രക്ചറിനെ അത് ഡിസ്ട്രോയ് ചെയ്തു പോകുന്നത്. എന്നാൽ പ്രൈമറി സ്ട്രക്ചറിനെ അത് ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. ബിക്കോസ് പെപ്റ്റൈഡ് ബോൺസ് ആർ നോട്ട് എഫക്റ്റഡ് ഡീനേച്ചറേഷനകത്ത്. ഇവിടെ നമുക്ക് ഇവിടെ ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ ആണ്. നോർമൽ ആയിട്ടുള്ള ഒരു ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ ആണ്. അതിനകത്ത് ആസിഡോ ആൽക്കലിയോ എന്തെങ്കിലും കാരണത്താൽ ഹീറ്റ്, ആൽക്കഹോൾ, ആസിഡ് വീഴുമ്പോൾ അവിടെ ആ ഷേപ്പ്, ആൽഫ ഹെലിക്സ് ഷേപ്പ് നോ സ്പെസിഫിക് ഷേപ്പ്, അതിന്റെ ഷേപ്പിന് വ്യത്യാസം വരുന്നു. അത് സെക്കൻഡറി, ടെർഷ്യറി, കോർഡിനറി സ്ട്രക്ചറിന് വ്യത്യാസം വരുന്നത് ഡിസ്ട്രോയ് ചെയ്തു പോകും. ഇതാണ് ഡീനേച്ചറേഷനകത്ത് സംഭവിക്കുന്നത്. റെഡ്യൂസിങ് ഏജൻസ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഷേപ്പ് വ്യത്യാസപ്പെട്ടു വരുന്നു.
നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോട്ടീൻ during denaturation secondary tertiary structures are destroyed but primary structure remains intact. The coagulation of egg white on boiling, മുട്ട പുഴുങ്ങുമ്പോൾ നമുക്ക് അതിന്റെ മുട്ടയുടെ വെള്ള കൊയാഗുലേറ്റ് ചെയ്യുന്നു. ഓൺ ബോയിലിംഗ് ഇസ് എ കോമൺ എക്സാമ്പിൾ ഓഫ് ഡീനേച്ചറേഷൻ. അടുത്ത എക്സാമ്പിൾ ആണ് പാല് തൈരാകുന്നത്. അനദർ എക്സാമ്പിൾ ഇസ് കർഡ്ലിംഗ് ഓഫ് മിൽക്ക് വിച്ച് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ബൈ ദ ബാക്ടീരിയ പ്രസന്റ് ഇൻ മിൽക്ക്. പാല് ഉറയൊഴിക്കുക എന്നൊക്കെ പറയും അല്ലെ, പാലിന് തൈരാക്കുക. അതൊക്കെ എന്താണ്? ഡീനേച്ചറേഷൻ ആണ്. പാല് എന്ന് പറയുന്നത് അതിന്റെ സെക്കൻഡറി ടെർഷറി കോർണറി സ്ട്രക്ചറിന് വ്യത്യാസം വന്ന തൈരായി മാറുന്നത്. പ്രൈമറി സ്ട്രക്ചറിനോട് വ്യത്യാസം വരുന്നില്ല. അത് എക്സാമ്പിൾ ആണ് ഡീനേച്ചറേഷൻ. അതുപോലെ തന്നെ മുട്ട പുഴുങ്ങുന്നതൊക്കെ, മുട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പ്രോട്ടീനാണ്, അത് വ്യത്യാസം വരുന്നത്. ഡീനേച്ചറേഷൻ സംഭവിക്കുന്നു പുഴുങ്ങുമ്പോൾ. ഇവിടെ നമ്മൾ കാണുകയാണ് ഡീനേച്ചറേഷനകത്ത് ആൽബുമിൻ ആണ് മുട്ടയ്ക്കകത്തുള്ളത്, വാട്ടർ സോലുബിൾ ആണ്. അത് ഡീനേച്ചേർഡ് ആകുമ്പോൾ ഇൻസോലുബിൾ ആയി മാറുന്നു. ഓർത്തിരിക്കുക, ഇവിടെ ഹീറ്റ് കൊടുക്കുമ്പോൾ, ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോട്ടീന്, മുട്ടയ്ക്കകത്ത് പ്രോട്ടീനാണ് ആൽബുമിൻ, അത് അവിടെ വ്യത്യാസം വന്ന് അത് ഇൻസോലുബിൾ ആയി മാറുന്നു. ഓക്കെ, ഇത് ഡീനേച്ചറേഷൻ എക്സാമ്പിൾ ആണ്. എല്ലാവർക്കും മുട്ടയൊക്കെ ഇഷ്ടമല്ലേ? ഇവിടെ നോർമൽ പ്രോട്ടീന് ഡീനേച്ചറഡ് പ്രോട്ടീൻ ആകുന്നു. നോർമൽ ആയിട്ടുള്ള പ്രോട്ടീൻ അത് ഡീനേച്ചർ ആയിട്ടുള്ള പ്രോട്ടീൻ ആകുന്നു. ഇവിടെ ഫോൾഡഡ് ആയിട്ടുള്ളതെല്ലാം അൺഫോൾഡ് ആയി മാറുകയാണ് അല്ലെ. നോർമൽ പ്രോട്ടീൻ ഡീനേച്ചറഡ് പ്രോട്ടീൻ ആകുമ്പോൾ ലോസ് ഓഫ് ബയോളജിക്കൽ ആക്ടിവിറ്റിയാണ് ഡീനേച്ചറേഷനകത്ത് സംഭവിക്കുന്നത്. എക്സാമ്പിൾ ഒക്കെ ഓർത്തിരിക്കുക. ഡീനേച്ചറേഷൻ ബോർഡ് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ, പ്രോട്ടീൻ നമ്മൾ പലതരത്തിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാം. സ്ട്രക്ചറൽ പ്രോട്ടീൻ, കെരാറ്റിൻ, കൊളാജിൻ ഒക്കെ എക്സാമ്പിൾ ആണ്. എൻസൈമാറ്റിക് പ്രോട്ടീൻസ് ആയിട്ട് ഉണ്ട്, അതാണ് പെപ്സിൻ. ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ, ഓരോന്നിന്റെയും ഫംഗ്ഷൻ അനുസരിച്ച് പ്രോട്ടീനെ ക്ലാസിഫൈ ചെയ്യാൻ. ഹീമോഗ്ലോബിൻ ട്രാൻസ്പോർട്ട് ആണ്. ഹോർമോണൽ പ്രോട്ടീൻസ് ആണ് ഇൻസുലിൻ, ഗ്രോത്ത് ഹോർമോൺ. കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ ആണ് ആക്ടിൻ, മയോസിൻ. സ്റ്റോറേജ് പ്രോട്ടീൻ ആണ് ഓവൽബുമിൻ. ജെനറ്റിക് പ്രോട്ടീൻസ് ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ് എക്സാമ്പിൾ. ഡിഫൻസ് പ്രോട്ടീൻ ആണ് ഇമ്മ്യൂണോഗ്ലോബിൻ. അതുപോലെ റെസപ്റ്റർ പ്രോട്ടീൻസ് ആണ് ഫോർ ഹോർമോൺസ് ആൻഡ് വൈറസ്. ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് ആണ്. അടുത്താണ് ലിപ്പിഡ്സ്. ബയോമോളിക്യൂൾ ആണ് ലിപ്പിഡ്സ്. എന്താണ് നമുക്ക് ലിപ്പിഡ്സ് നമുക്ക് നോക്കാം. ലിപ്പിഡ്സ് ആർ ദ ചീഫ് കോൺസെൻട്രേറ്റഡ് സ്റ്റോറേജ് ഫോം ഓഫ് എനർജി. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫ്യൂവൽ റിസർവ് ഓഫ് ദ ബോഡി. ലിപ്പിഡ്സ് ആർ ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. ഇൻസോലുബിൾ ഇൻ വാട്ടർ ആണ്, സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്സ് ആണ്. എന്നാൽ ലിപ്പിഡ്സ്, നമ്മുടെ ശരീരത്തൊക്കെ ലിപ്പിഡ്സ് ഉണ്ട്. ലിപ്പിഡ്സ് ഫംഗ്ഷൻ ഫ്യൂവൽ റിസർവ് ഓഫ് ദ ബോഡി ആണ്. അതുപോലെ ലിപ്പിഡ്സ് ആർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മെംബ്രെയിൻ സ്ട്രക്ചർ. They serve as source of fat soluble vitamins. Lipids are important cellular metabolic regulators. Lipid protect the internal organs and serves as insulating materials. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ, കാണാതെ ഒന്നും പഠിക്കേണ്ട. ലിപ്പിഡ്സ് നമ്മുടെ ശരീരത്തിലുള്ളതാണ്. ലിപ്പിഡ്സ് സിമ്പിൾ ലിപ്പിഡ്സ് ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്, ഡിറൈവ്ഡ് ഉണ്ട്. സിമ്പിൾ ആണ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്, വാക്സസ്. കോംപ്ലക്സ് ആണ് ഫോസ്ഫോലിപ്പിഡ്സ്, അങ്ങനെയുള്ളത്. ഡിറൈവ്ഡ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി അടുത്താണ് എൻസൈം. ഇത് പഠിക്കണം. എൻസൈം എന്താണ്? എൻസൈം ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എൻസൈംസ് അല്ലെ. എൻസൈംസ് ആർ പ്രോട്ടീൻസ് ആണ്. അന്നേരം നമ്മള് ബയോമോളിക്യൂൾസ് ആണ്. എൻസൈം പ്രോട്ടീന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ്. എൻസൈംസ് ആർ പ്രോട്ടീൻസ് that act as biological catalysts. Catalysts accelerate chemical reactions. The molecules upon which enzymes may act as called as substrate. ഈ എൻസൈംസ് മോളിക്യൂൾസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ആ മോളിക്യൂൾസിനെ പറയുന്നത് സബ്സ്ട്രേറ്റ്. And the enzyme converts the substrate into different molecules known as product. എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ കൂടി ചേർന്ന് പ്രൊഡക്റ്റ് ആയി മാറുന്നു. സ്പീഡപ്പ് ചെയ്യാനാണ് എൻസൈംസ്. എൻസൈംസിന്റെ എന്താണ് എൻസൈംസിന്റെ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. എൻസൈംസ് റിയാക്ഷനകത്ത് ഡയറക്റ്റ് പങ്കെടുക്കുന്നില്ല. പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ എൻസൈംസ് ഒന്നും കിട്ടുന്നില്ല. റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആയി മാറുമ്പോൾ വിത്തൗട്ട് എൻസൈം ആണെങ്കിൽ അതിന്റെ ആക്ടിവേഷൻ എനർജി വളരെ കൂടുതലാണ്, സമയമെടുക്കും. എന്നാൽ വിത്ത് എൻസൈം ആണെങ്കിൽ ആക്ടിവേഷൻ എനർജി വളരെ കുറവാണ്. നമുക്കിവിടെ ഗ്രാഫിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം, ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം. എൻസൈമിന്റെ ഫംഗ്ഷൻ ആണ് ആക്ടിവേഷൻ എനർജി കുറയ്ക്കുക എന്നുള്ളത്. ഓവറോൾ എനർജി റിലീസ് ഡ്യൂറിംഗ് റിയാക്ഷൻ, അതാണ് പ്രൊഡക്റ്റ് ആവുന്നു. റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആവുന്നു. നിങ്ങളോട് ആരെങ്കിലും എൻസൈമിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ പറയണം, ആക്ടിവേഷൻ എനർജി കുറയ്ക്കാൻ വേണ്ടിയാണ് എൻസൈം ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടക്കുന്നു. എൻസൈമിന്റെ ഫംഗ്ഷൻ എന്താണ്? എൻസൈം ഇവിടെ സബ്സ്ട്രേറ്റ് റിയാക്ടന്റുമായിട്ട് കൂടിച്ചേർന്ന് ഒരു കീ ആൻഡ് ലോക്ക് ഇതാണ് മോഡലാണ്. കീ ആൻഡ് ലോക്ക് നമുക്കറിയാം. ഓരോ ലോക്കിനും താഴിനും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കീ ഉണ്ട്. അതുപോലെ ഒരു പർട്ടിക്കുലറായ എൻസൈമിന് ഒരു പർട്ടിക്കുലർ ആയിട്ട് സബ്സ്ട്രേറ്റ് ഉണ്ട്.
അന്നേരം ആ സബ്സ്ട്രേറ്റിന് അനുസരിച്ച് അവർ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആകുന്നു. എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആകുമ്പോൾ ഇനി ഇതിനെ എൻസൈമിന് പ്രൊഡക്റ്റായി ഇനി ഇതിനെ കൂടെ നിർത്തേണ്ട കാര്യമില്ല. പ്രൊഡക്റ്റിനെ അത് ഉപേക്ഷിക്കുന്നു. എൻസൈം പ്രൊഡക്റ്റ് ആയിട്ട് അങ്ങ് മാറുന്നു. എന്നാൽ എൻസൈമിനെ നമുക്ക് തിരിച്ചു കിട്ടുന്നു. പ്രൊഡക്റ്റ് നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നമായിട്ട് കിട്ടുന്നു. ഇതാണ് എൻസൈം ഫംഗ്ഷൻ. അതായത് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യേണ്ടത് കീ ആൻഡ് ലോക്ക് സിസ്റ്റത്തിനാണ്. ഓരോ പർട്ടിക്കുലർ ലോക്കിനും ഒരു പർട്ടിക്കുലർ കീ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുന്ന പോലെയാണ് ഓരോ പർട്ടിക്കുലർ എൻസൈമും ഓരോ പർട്ടിക്കുലർ സബ്സ്ട്രേറ്റും ആണുള്ളത്. ഹൗ എൻസൈം വർക്ക്? ദ സബ്സ്ട്രേറ്റ് ഇവിടെയാണ് നമ്മൾ ഇവിടെ കാണാൻ പറ്റും. ദ സബ്സ്ട്രേറ്റ് മൂവ്സ് ടുവേഴ്സ് ദ എൻസൈം ആക്റ്റീവ് സൈറ്റ് ആകുന്നു. ഇനി ദ കെമിക്കൽ റിയാക്ഷൻ ഇവിടെ നടക്കുന്നു ബൈ ദ എൻസൈം. ഇനി എൻസൈം റിലീസസ് ദ പ്രൊഡക്റ്റ്. ഇവിടെ പ്രൊഡക്റ്റിനെ റിലീസ് ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, എൻസൈമിന്റെ ഫംഗ്ഷൻ. എൻസൈം റിയാക്ഷനകത്ത് പങ്കെടുക്കുന്നത് അതിന്റെ വെറും ഒരു ആക്ടിവേഷൻ എനർജി അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി കുറച്ചിട്ട് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയാണ് എൻസൈം നിൽക്കുന്നത്. അല്ലാതെ പ്രൊഡക്റ്റിനകത്തോ റിയാക്ടൻസിനകത്തോ അത് കൂടിക്കലരുന്നില്ല. എക്സാമ്പിൾസ് ഓഫ് ഡൈജസ്റ്റീവ് എൻസൈംസ്. അമിലേസ് പ്രൊഡ്യൂസ് ഇൻ ദ മൗത്ത്. നമ്മുടെ ശരീരത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എൻസൈംസ്. അല്ലെങ്കിൽ നമുക്ക് ദഹനപ്രക്രിയയൊന്നും വളരെ എളുപ്പത്തിലൊന്നും നടക്കത്തില്ല. ഇറ്റ് ഹെൽപ്സ് ബ്രേക്ക് ഡൗൺ ലാർജ് സ്റ്റാർച്ച് മോളിക്യൂൾ ഇൻ സ്മോളർ ഷുഗർ മോളിക്യൂൾസ്. അമിലേസ് എൻസൈം ആണ്. പെപ്സിൻ പ്രൊഡ്യൂസ് ഇൻ ദ സ്റ്റൊമക്ക്. ദഹനം. ട്രിപ്സിൻ പ്രൊഡ്യൂസ് ഇൻ പാൻക്രിയാസ്. പാൻക്രിയാറ്റിക് ലിപ്പേസ് പ്രൊഡ്യൂസ് ഇൻ ദ പാൻക്രിയാസ്. ഡിയോക്സിറൈബോന്യൂക്ലിയസ് ആൻഡ് റൈബോന്യൂക്ലിയസ് പ്രൊഡ്യൂസ് ഇൻ ദ പാൻക്രിയാസ്. ഓർത്തിരിക്കുക ഇതൊക്കെ. നമുക്ക് മാൾട്ടോസ് ഗ്ലൂക്കോസ് ആക്കണമെങ്കിൽ മാൾട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിക്കണം. എൻസൈംസ് ആർ ഓൾസോ നെയ്മഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ വേർ ദേ ആർ യൂസ്ഡ്. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് മാൾട്ടേസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ എൻസൈം വിച്ച് കാറ്റലൈസ് ദ ഓക്സിഡേഷൻ ഓഫ് വൺ സബ്സ്ട്രേറ്റ് വിത്ത് സൈമൾട്ടേനിയസ് റിഡക്ഷൻ ഓഫ് അനദർ സബ്സ്ട്രേറ്റ്സ് ആർ നെയ്മഡ് ആസ് ഓക്സോറിഡക്റ്റന്റ് എൻസൈംസ്. ദ എൻഡിങ് ഓഫ് ദ നെയിം ഓഫ് എൻസൈം ഇസ് ASA. ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് മാൾട്ടോസ് എന്ന് പറയുന്ന കോംപ്ലക്സ് മോളിക്യൂളിനെ ഗ്ലൂക്കോസ് ചെറിയ ഗ്ലൂക്കോസ് ആക്കി കോംപ്ലക്സിനെ സിമ്പിൾ ആക്കുന്നു. അവിടെ നടക്കുന്ന ആ എൻസൈമാണ് മാൾട്ടേസ്. ഓക്കെ, മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കാൻ മാൾട്ടേസ് ഉപയോഗിക്കുന്നു. അതുപോലെ സംടൈംസ് എൻസൈംസ് ആർ ഓൾസോ നെയ്മഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ വേർ ദേ ആർ യൂസ്ഡ്. ഇപ്പം എൻസൈം വിച്ച് കാറ്റലൈസ് ദ ഓക്സിഡേഷൻ ഓഫ് വൺ സബ്സ്ട്രേറ്റ് വിത്ത് സൈമൾട്ടേനിയസ് റിഡക്ഷൻ ഓഫ് അനദർ സബ്സ്ട്രേറ്റ് ആർ നെയ്മഡ് ആസ് ഓക്സിഡോറിഡക്റ്റൻസ് എൻസൈംസ്. അവിടെ ഏതാ ഫംഗ്ഷൻ നടക്കുന്ന അനുസരിച്ച് ഓക്സിഡോറിഡക്റ്റൻസ് എൻസൈംസ് എന്നൊക്കെ പറയുന്നു. ദ എൻഡിങ് ഓഫ് ദ നെയിം ഓഫ് ആൻ എൻസൈം ഇസ് ASC. ഓക്കെ, ASC വരുവാണെങ്കിൽ എൻസൈം ആണ് എൻസൈംസ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പ്രോട്ടീനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. നിങ്ങൾ NCERT ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.